നമസ്കാരം. പറയാൻ മടിച്ചത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് വ്യക്തി ജീവിതത്തിലാകാം, കുടുംബ ജീവിതത്തിലാകാം, സാമൂഹ്യ ജീവിതത്തിലാകാം, ചിലപ്പോൾ രാഷ്ട്രീയത്തിലുമാകാം. അങ്ങനെ നാം പറയാൻ മടിച്ച ചില കാര്യങ്ങളെ മുഖത്ത് നോക്കി വെട്ടിത്തുറന്ന് പറയാൻ വേണ്ടി നാം ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്. പറയാൻ മടിച്ചത്. ഇന്ന് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തിയാണ്. LDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി നേരിട്ട ഈ സന്ദർഭത്തിൽ അതിനെ വളരെ വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ട് നാം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. 10 പോയിന്റ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ അധികം പേരും പറഞ്ഞ് കേൾക്കാത്ത ഒരു പോയിന്റാണ്. അതായത് ജാതി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിലും അതിനെ ഏത് അർത്ഥത്തിൽ തിരിച്ചറിയണമെന്ന് നിശ്ചയിക്കുന്നതിലും ആശയപരമായി നിശ്ചയിക്കുന്നതിലും ഇടതുപക്ഷത്തിന് സംഭവിച്ച വലിയ പിഴവ്, പരാജയം. അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി കാണേണ്ടുന്ന മറ്റൊരു പോയിന്റ് കൂടെയുണ്ട്, ഒരു സബ് പോയിന്റ് കൂടെയുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന നിരുപാധികമായ പിന്തുണയിലെ വലിയ കുറവ്, ആ ജനപിന്തുണയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൈക്കുമ്പിളിലെ വെള്ളം പോലെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ആ ജനകീയ പിന്തുണ. ഈ പോയിന്റ്സ് നമ്മൾ കൂടുതൽ വിശദമായ ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതുണ്ട്. കൂടുതൽ വലിയ രീതിയിൽ അത് അഭിപ്രായ പ്രകടനം നടത്തേണ്ടതുണ്ട് എന്നതിനാൽ ഈ പോയിന്റ്സ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കേരളത്തിൽ ഒരു സമയത്ത് വളരെ നിശബ്ദരായിരുന്നവർ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പിണറായി വിജയൻ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കേരളത്തിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും വളരെ സമ്പന്നമായ ഒരു നേതൃനിര സജീവമായി ഇടതുപക്ഷത്തിന്റെ മുഖമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ EMS ഉണ്ടായിരുന്ന അതേ സമയത്ത് AKG ഉണ്ടായിരുന്നു, TV തോമസ് ഉണ്ടായിരുന്നു, ജോസഫ് മുണ്ടശ്ശേരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നായനാരുള്ള സമയത്ത് നമുക്ക് C അച്യുതമേനോനുണ്ട്, ഗൗരിയമ്മ ഉണ്ടായിരുന്നു, സുശീല ഗോപാലൻ ഉണ്ടായിരുന്നു. VS ഉള്ള സമയത്ത് പോലും പിണറായി വിജയനുണ്ട്, കോടിയേരി ബാലകൃഷ്ണനുണ്ട്, പാലോളിയുണ്ട്. എന്നാൽ പിണറായി സർക്കാരിന്റെ കാലം വരുന്നതോടെ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം വരുന്നതോടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്ന വിധത്തിൽ ഈ എല്ലാത്തിൻ്റെയും സർവാധിപതിയായി മാറുന്ന തരത്തിൽ പിണറായി വിജയൻ തൻ്റെ ഒരു വല്ലാത്ത അപ്രമാദിത്വം സ്ഥാപിക്കുന്ന കാഴ്ചയാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യം തലപ്പൊക്കമല്ല, തോളപ്പം പോലും തനിക്കൊപ്പം എത്തുന്ന അങ്ങനെയുള്ള തോൾപ്പൊക്കത്തിൽ പോലുമുള്ള ആളുകളെ പോലും വെട്ടിനിരത്തിക്കൊണ്ട്, അതിന് മന്ത്രിസഭയിലാകട്ടെ മറ്റിടങ്ങളിലാകട്ടെ എല്ലായിടത്തും തൻ്റെ ആ രീതിയിൽ തൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിൽ ഒരു വിധത്തിലുള്ള എതിർ ശബ്ദത്തിനും താൻ വഴങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ കേൾക്കേണ്ടത് പോലുമില്ല എന്ന ഒരു നിലപാടിലേക്ക് പിണറായി വിജയൻ മാറിയതിൻ്റെ ഒരു രാഷ്ട്രീയ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയുണ്ടായി. അതായത് വ്യക്തിപരമായി ഒരു നേതാവ് നേരിട്ട, ജനങ്ങളിൽ നിന്ന് നേരിട്ട എതിർപ്പും അല്ലെങ്കിൽ വെറുപ്പ് കലർന്ന എതിർപ്പ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാധ്യതകളെ ഏതെല്ലാം തരത്തിൽ ബാധിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി, ഒരു ചരിത്ര പാഠമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമുക്ക് കാണാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പോയിന്റ്സ് പറയുമ്പോൾ അതിൽ പിണറായി വിജയന്റെ ഇനിയും നമുക്ക് പരാമർശിക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. അത് പലരും പറയാത്ത, മടിച്ചു നിന്നിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുറ്റപ്പെടുത്താൻ എപ്പോഴും എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ട് വിരൽ ചൂണ്ടുന്നതിൻ്റെ അപ്പുറത്ത് പലപ്പോഴും ഇടത് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഫലത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം സ്തുതിപാഠകരുടെ ഒരു ആധിക്യമാണ്. അടുത്ത പോയിന്റ് അതാണ്, സ്തുതിപാഠകർ. അതായത് യാതൊരു വിധ വിമർശനങ്ങൾക്കും ഒരു നേതൃത്വത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി അനുഭാവിയുടെ ചുമതല എന്ന് തെറ്റായി വിശ്വസിച്ചു പോയ ഒരു കൂട്ടം മനുഷ്യരാണ്. അവര് ഓൺലൈനിലുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്, അതിന് പുറത്തുമുണ്ട്, സൗഹൃദ വലയങ്ങളിൽ പോലും അത്ര മനുഷ്യർ നിറയെ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയാണ് ഈ പറയുന്നത് പോലെ
എതിർത്ത് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് പോലും പലപ്പോഴും കൈവിട്ട നിലയിൽ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം എൻ വിജയൻ മാഷ്. വിജയൻ മാഷ് ആരായിരുന്നു? വിജയൻ മാഷ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, വിജയൻ മാഷ് അന്തരിച്ച വേളയിൽ അദ്ദേഹത്തെക്കുറിച്ച് പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം ഒരു നല്ല കലാലയ അധ്യാപകനായിരുന്നു എന്നാണ് പിണറായി വിജയൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എൻ വിജയൻ മാഷ്. വിജയൻ മാഷ് എന്ന് പറയുന്നത് ഏറ്റവും കടുത്ത രീതിയിൽ സംഘപരിവാറിനെ വിമർശിക്കുന്ന, വലതുപക്ഷത്തെ തീവ്രമായി വിമർശിക്കുന്ന ഒരാൾ, ചിന്തകൻ, സാഹിത്യ വിമർശകൻ, അധ്യാപകൻ, അതിനൊക്കെ അപ്പുറത്ത് ഇടതുപക്ഷവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഉക്കാസായുടെ ഭാരവാഹി, അതുപോലെ തന്നെ ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ, ഇതെല്ലാമായിരുന്ന ഒരാളെ എങ്ങനെയാണ് ഇടതുപക്ഷം നേരിട്ടത് എന്നത് നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ മുമ്പിൽ, കേരള സമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോ പിന്നീട് നമ്മൾ കാണുന്ന ഏറ്റവും ഒടുവിൽ സച്ചിദാനന്ദ മാഷ വരെ നമ്മൾ കണ്ടു. ഏത് അർത്ഥത്തിലാണ്, ഏത് രീതിയിലാണ് സൈബർ ആക്രമണം അടക്കം ഏതെല്ലാം രീതിയിലാണ് എതിർത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിച്ചത് എന്നത് നമ്മൾ കണ്ടു. ആരാണ് സച്ചിദാനന്ദ മാഷ് എന്നുള്ളത് ഈ മനുഷ്യർ, ഈ സ്തുതിപാഠകർ ആലോചിച്ചിട്ടുണ്ടോ, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തന്നെ സംഘപരിവാറിനെതിരെ, അതായത് ആശയപരമായിട്ട് ഇടതുപക്ഷത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മടി കൂടാതെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ തന്നെ അങ്ങനെ വിമർശിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം പറഞ്ഞ ഒരു കാരണം, ഒരു പ്രത്യേകമായിട്ട് അധികാര തുടർച്ച വരുമ്പോൾ ഒരു പ്രസ്ഥാനത്തിന് സംഭവിക്കാൻ ഇടയുള്ള ഒരു ദുരവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിതാവസ്ഥകളെ കുറിച്ച് സൂചിപ്പിച്ചതിന് അദ്ദേഹം നേരിട്ട വലിയ ആക്രമണത്തെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? അപ്പൊ ഇത്തരം ഒരു പ്രശ്നം പാർട്ടികളിൽ സ്തുതിപാഠകർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്തുതിപാഠകരാണ് യഥാർത്ഥത്തിൽ ബംഗാളിലും ത്രിപുരയിലും അടക്കം ആ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റും. അടുത്ത പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നത് സംഘടനാപരമായ ദൗർബല്യമാണ്. അതായത് ഒരു കാലത്ത് ഈ കേരളത്തിലെ മുക്കിലും മൂലയിലും ഏറ്റവും ജനകീയമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് ഇടതുപക്ഷം. അതിപ്പോൾ CPM ആകട്ടെ, CPI ആകട്ടെ, എല്ലാവർക്കും അതിൻ്റെതായ രീതിയിൽ അവരുടെ പരിമിതികളോടെ ആണെങ്കിൽ പോലും എല്ലാ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടികൾക്കും വളരെ ജനകീയമായ അടിത്തറയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ CPM സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 30,000-ഓളം ബ്രാഞ്ച് കമ്മിറ്റികളുള്ള, 3,000-ഓളം ലോക്കൽ കമ്മിറ്റികളുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ അവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ ആ പ്രസ്ഥാനത്തിന് ജനങ്ങൾക്കിടയിലുള്ള വേരുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യം ചൂണ്ടിപ്പറയാം. തൃശ്ശൂരില് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മറ്റെവിടെയും ഇല്ലാതിരുന്നൊരു കാര്യം സംഭവിച്ചു. അതായത് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരെ കൊണ്ടുവന്ന് തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത്, അതായത് മറ്റു മണ്ഡലങ്ങളിൽ ശരാശരി ഒരു 60-65 വോട്ടുകൾക്ക് ചേർത്തപ്പെട്ട സമയത്ത് തൃശ്ശൂരിൽ അത് അതിൻ്റെ ഇരട്ടിയിലധികമായിരുന്നു. ആലോചിക്കണം. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചൊരു പ്രശ്നം, നമ്മൾ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെ ഇവിടുത്തെ തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ കയറ്റിക്കൊണ്ട് തൃശ്ശൂരിന്റെ ജനവികാരം ഇതാണ് എന്ന ഒരു കള്ളം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് പക്ഷേ പഴയ ഇടതുപക്ഷമായിരുന്നെങ്കിൽ ഇത് അവർ കണ്ടെത്തുമായിരുന്നു എന്നുള്ളതാണ്. അതിന് ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇടതുപക്ഷത്തിന് സാധിക്കാതെ പോയത് അവരുടെ ജനകീയതയിൽ സംഭവിച്ച വലിയ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യത്തിന്റെ ഒരു കാരണമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചാൽ ഇപ്പോൾ ഒരു 10-25 പേര് തികച്ച് കാണാൻ കഴിയാത്ത തരത്തിൽ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് സംഘടനാപരമായി ഏതെല്ലാം തരത്തിൽ അതിനെ വിശകലനം ചെയ്തിട്ടുണ്ടെന്നും അതിനെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ചാത്തന്നൂരിലെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2016 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരുന്ന വോട്ട് ചോർച്ചയെ വേണ്ടതുപോലെ തിരിച്ചറിയാനും അത് ആ രീതിയിൽ സംഘപരിവാർ അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനും കഴിയുന്ന തരത്തിൽ സംഘടനയെ കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. CPMന്റെ സംഘടനാപരമായ ദൗർബല്യം എന്ന് പറയുന്നത് വളരെ എവിഡന്റായ തെരഞ്ഞെടുപ്പായിട്ട് തന്നെ ഈ 2026 തെരഞ്ഞെടുപ്പിന് നമുക്ക് കാണാൻ പറ്റും. ആറാമത്തെ പോയിന്റ്, അതായത് കണക്കുകളിലെ
വ്യക്തതയില്ലായ്മ അഥവാ തെറ്റായി സാഹചര്യങ്ങളെ മനസ്സിലാക്കൽ. അതായത് ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പരാജയത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് വന്നിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ന്യായീകരിക്കാൻ പറയുന്ന പ്രസ്താവന, ഇപ്പോഴും നമുക്ക് 37% വോട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു പാർട്ടി പ്രത്യേകിച്ച് ഇതുപോലൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് ചെയ്യേണ്ടത് കൃത്യമായി രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് സ്വയം തിരിച്ചറിയുക എന്നതാണ്. അതിന് ചെയ്യേണ്ടുന്ന ചില സൂചികകൾ ഉണ്ട്. അതായത് ഒരു ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര വോട്ടുകൾ, ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയുടെ സമയത്ത് എത്ര വോട്ടുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നത് അത് കൃത്യമായി ആ സാഹചര്യത്തെ മുൻനിർത്തി വേണം വിലയിരുത്തേണ്ടത്. VS അച്യുതാനന്ദൻ 2011 6 വർഷം ഭരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് അദ്ദേഹം പരാജയപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ പോലും 45% വോട്ടുകളാണ് അന്ന് ഇടതുപക്ഷം നേടുന്നത്. പരാജയപ്പെട്ടിട്ട് പോലും 45%. ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷം നേരിടുന്ന ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ പരാജയം അവിടെയാണ് 2011. അന്ന് നമ്മൾ നേടിയത്, പരാജയപ്പെടുമ്പോൾ നേടിയത് 45% വോട്ടാണ്. അതിനുശേഷം പിന്നെ ഏറ്റവും ഒടുവിൽ താഴേക്ക് പോയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും 40% വോട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെയുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് നിയമസഭ ആയിക്കോട്ടെ ലോക്സഭ ആയിക്കോട്ടെ എവിടെയും മത്സരഫലങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ അവിടെ വിജയവും പരാജയവും സംഭവിക്കുമ്പോഴും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഒരു കാലത്തും കൈവിടാത്ത മറ്റൊരു മേഖലയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ് നിയമസഭയിൽ ജയിച്ചാലും ശരി, ലോക്സഭയിൽ ജയിച്ചാലും ശരി, തദ്ദേശ സ്വയംഭരണങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഒരു ഭരണം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. അവിടെയാണ് നമ്മൾ കാണുന്ന 2025 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് വെറും 33.5% വോട്ടാണ്. യഥാർത്ഥത്തിൽ അതാണ് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾ. അതായത് 40%-ൽ നിന്ന് 33%-ലേക്ക് ചുരുങ്ങിയ അവസ്ഥയിലാണ് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകളിൽ വന്നിരിക്കുന്ന കുറവ് എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഞാൻ നേരത്തെ ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞല്ലോ, എവിടെ നിന്നാണ് പ്രധാന വോട്ട് ബാങ്കുകളെ ചോർച്ച എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്ക് പോലും സാധ്യതയില്ലാതെ പാർട്ടി വീണ്ടും പഴയ തെറ്റുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കും എന്നുള്ളത് കൊണ്ട് ഇക്കാര്യം വളരെ സ്പെസിഫിക് ആയി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. ഇന്ന് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾ എന്ന് പറയുന്നത് വെറും 33%-അടുത്താണ്. അടുത്തതായി 7ാമത്തെ പോയിന്റ്, ആശയപരമായ പാപ്പരത്വം. അതായത് പ്രവൃത്തികളുടെ കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. കഴിഞ്ഞൊരു 25 വർഷങ്ങൾക്കിടയിൽ ഒരു ഇടതുപക്ഷക്കാരനെ പ്രചോദിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമെങ്കിലും ഉയർത്താൻ ഇടതുപക്ഷത്തിന് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ശ്മശാനം, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഓരോ ജാതിയും തിരിച്ച് ശ്മശാനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. മിനിമം ഒരു മുദ്രാവാക്യമെങ്കിലും ഉയർത്താൻ, മനുഷ്യനെ എങ്ങനെ ഒരു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു പൊതു ഇടം, അങ്ങനെ ഒരു ശ്മശാനത്തിന് വേണം എന്ന് പറയാനെങ്കിലും ഒരു മുദ്രാവാക്യം ഉയർത്താനെങ്കിലും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നോ എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ MV ഗോവിന്ദൻ, നമ്മുടെ പാർട്ടി സെക്രട്ടറി, വളരെ പ്രശസ്തമായൊരു സ്റ്റേറ്റ്മെന്റ് അടുത്തയിടെ നടത്തുകയുണ്ടായി. അതായത് വിളിക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആൾക്കാർ ഏറ്റവും ചുരുങ്ങിയത് പ്രചോദിപ്പിക്കുന്ന ഒരു കൊള്ളാവുന്ന മുദ്രാവാക്യമെങ്കിലും ഉയർത്താനായിട്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ വോട്ടുകൾ പിടിക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം എന്ന ആശയത്തിന്റെ സത്യസന്ധതയെ, നയങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് സംഘപരിവാറിന് ചേർന്ന് നിൽക്കുന്നു എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില ഇടപെടലുകൾ, നടപടികൾ ഒക്കെ പ്രത്യേകിച്ചും പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് PM ശ്രീ ഒപ്പിട്ട വിഷയമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതിന് കുറച്ചു കാലം മുമ്പ് പോലും ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്ത് കേസ് നടത്തി നമ്മൾ പല വിഷയങ്ങളിലും ഫണ്ട് തടഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നിലപാടുകൾ നമുക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. ആ നമ്മളാണ് പറയുന്നിടത്ത് പോയി ഒപ്പിട്ട് സംഘപരിവാറിന്റെ ഒരു വിദ്യാഭ്യാസ നയവും അവരുടെ രീതികളും അവരുടെ അജണ്ടകളും നമ്മുടെ വിദ്യാലയങ്ങൾ ത്രൂ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ അനുകൂലമായി ഒപ്പിടാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളതാണ്.
അതുപോലെ തന്നെ അയ്യപ്പ സംഗമം ഒരു ഇടതുപക്ഷം നടത്തേണ്ട പരിപാടിയാണ് ഈ അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, മുൻപ് കണ്ണൂർ കേന്ദ്രീകരിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ, വായിച്ച ഓർമ്മ, ശ്രീകൃഷ്ണ ജയന്തി ഇടതുപക്ഷത്തിലെ CPM ഒക്കെ നേതൃത്വത്തിൽ നടത്താൻ നോക്കിയവർ അതിനെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ പിൽക്കാലത്ത് പല ന്യായീകരണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും അതിനൊടുവിലാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അയ്യപ്പ സംഗമം നടത്തി ഒരു ഹിന്ദുപക്ഷത്തിന്റെ വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം. അവിടെ എതിർഭാഗം എന്ന് പറഞ്ഞാൽ ആശയപരമായി തന്നെ അപ്പുറത്ത് നിൽക്കുന്ന സംഘപരിവാറിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അവിടെ വായിക്കുക. ഇങ്ങനെ എന്തൊക്കെ അഭ്യാസങ്ങളാണ് നമ്മളിവിടെ ഈ ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടുകൾ വാങ്ങിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഏറ്റവും എന്താ പറയുക ആശയപരമായി ഒട്ടും സ്ഥിരതയില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇടതുപക്ഷം എന്ന വാക്കിന് അർഹതയില്ലാത്ത തരത്തിൽ ഉള്ള പെരുമാറ്റങ്ങൾ ഇടത് നേതൃത്വത്തിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇപ്പൊ ഞാനൊരു സംവിധായകനാണ്. അപ്പം ഞങ്ങളുടെ കലാകാരന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പരസ്പരം കാണുകയൊക്കെ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തുകയുണ്ടായി, പരസ്പരം എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ വെച്ച പരിപാടി നടത്തി. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് അവസരം കിട്ടി. ഞാൻ അന്ന് അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. അതായത്, ഇവിടെ RSS അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരുടെ വിദ്യാലയങ്ങൾ നമ്മുടെ ചുറ്റും നടത്തുന്നുണ്ട്, നമുക്കിടയിൽ നടത്തുന്നുണ്ട്. അവിടെ അവരുടെ രാഷ്ട്രീയം ഈ ചെറു തലമുറയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനായി, അതല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി അവരിലേക്ക് അത് കടത്തിവിടുന്നതിനായിട്ടൊക്കെയുള്ള വളരെ സംഘടിതമായ ശ്രമം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പൊതുവിദ്യാഭ്യാസ രംഗം ഉള്ള ഒരു മേഖലയാണ് നമുക്ക് കേരളത്തിലുണ്ടത്. അപ്പൊ ആ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കലാകാരന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും എഴുത്തുകാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാനലുകൾ സൃഷ്ടിച്ച് അവരെ വിദ്യാലയങ്ങൾ ചില എന്താ പറയുക രക്ഷാകർത്താക്കളോടും അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടും ഒക്കെ ഒപ്പം സംവദിക്കാനായിട്ടുള്ള ഒരു തരം കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്ന അനുബന്ധ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്തിയെടുക്കാനായിട്ടുള്ള പാനൽ രൂപീകരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമം നടത്തിക്കൂടെ എന്നാണ് ഞാൻ അന്ന് ചോദിച്ചത്. ഞാൻ ചോദിച്ച മറ്റു 2 ചോദ്യങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിലും അദ്ദേഹം മറുപടി തന്നെങ്കിലും ഈ ചോദ്യം അദ്ദേഹം സ്കിപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനത് പറയാൻ കാരണം, കതിരിൽ വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെയുള്ള ഒരു 50 വയസ്സിനപ്പുറം പ്രായമുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയം അത് ശരിയായാലും തെറ്റായാലും അതിൽ ഒട്ടിപ്പോയവരാണ്, ഹൃദയം കൊണ്ട്, നിലപാടുകൾ കൊണ്ട്. എന്നാൽ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ മതേതരത്വത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കലാകാരന്മാരും എഴുത്തുകാരും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന എത്രയോ മനുഷ്യരിവിടെയുണ്ട്. അവരെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷെ അത് മറുപടി കിട്ടാതെ പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ ഭരണഘടനയുടെ നമ്മുടെ ആമുഖം എല്ലാ വിദ്യാലയങ്ങളിലും സ്ഥാപിക്കണമെന്നും ഞാനൊരു അഭിപ്രായം എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷെ അതിനൊന്നും ഒരു മറുപടി എനിക്ക് കിട്ടുകയുണ്ടായില്ല. അടുത്തതായി 8ാമത്തെ പോയിന്റ്, സമൂഹത്തിലെ വലതുപക്ഷ വ്യതിയാനം. പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഇടത് നേതൃത്വത്തിൽ സംഭവിച്ചിട്ടുള്ള വലതുപക്ഷ വ്യതിയാനം. പക്ഷെ അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലതുപക്ഷ വ്യതിയാനം. ഒരു കാലത്ത് ഒരു ഇടത് പൊതുചിന്ത, ഒരു ഇടത് പൊതുബോധം നമ്മുടെ ചിന്താ പദ്ധതികളിൽ ഉണ്ടായിരുന്ന ഒരു പൊതുസമൂഹമാണ് മലയാളിയുടേത്. എന്നാൽ അവിടെ ഇപ്പോൾ വർഗീയമായ വലിയ ചേരിതിരിവുകളും ആ രീതിയിൽ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൂടിക്കുഴഞ്ഞ രീതിയിൽ നമ്മുടെ വളരെ കൃത്യമായ ഒരു വലതുപക്ഷ വ്യതിയാനം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ആ ഇടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ അയ്യപ്പ സംഗമവും ഒക്കെ ചെയ്ത് നമ്മുടെ ഇവിടെ ഈ എന്താ പറയുക വസ്ത്രമുടുക്കാത്ത സന്യാസിമാരെ കൊണ്ടുവന്ന് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന കുംഭമേള പോലുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, മഹാകുംഭം. അപ്പൊ അതുപോലുള്ള പരിപാടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രിഗർ ചെയ്തത് പോലും ഈ അയ്യപ്പ സംഗമമാണ് എന്ന് നമുക്ക് ശരിക്കും ചരിത്രപരമായിട്ട് നിരീക്ഷിച്ച് കണ്ടെത്താൻ കഴിയും. അപ്പൊ അത്തരം കാര്യങ്ങൾ നേതൃത്വത്തിന്റെ കൂടി ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സമൂഹം വലതുപക്ഷ വ്യതിയാനം അത് സംഭവിക്കുന്നതിൽ നമുക്ക് അതിശയപ്പെടാനില്ല എന്നതാണ് വാസ്തവം. അടുത്തതായി 9ാമത്തെ പോയിന്റ്, അതായത് മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിക്കണം എന്ന ഒരു ന്യായീകരണം. ഇത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉദാഹരണം പറയാൻ പറ്റുന്നത്, ഒരു വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടെ ഇപ്രാവശ്യം എന്ന ചോദ്യം ശൈലജ ടീച്ചറോട് ചോദിച്ചപ്പോൾ, ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ ടീച്ചർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതങ്ങനെ സംഭവിക്കേണ്ടതൊന്നുമല്ല, അത് സ്ത്രീകൾ സ്വാഭാവികമായി അങ്ങനെ വരുമ്പോൾ മാത്രം സംഭവിക്കേണ്ടതാണ്.
അത് യഥാർത്ഥത്തിൽ മാർക്സിയൻ വിരുദ്ധം പോലുമായിട്ടുള്ള നിലപാടാണ്. അതായത് മാറ്റം എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെയും നിലപാടുകളുടെയും ആശയങ്ങളുടെയും മുകളിൽ സംഭവിക്കുന്നതാണ്. അതല്ലാതെ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. ചരിത്രം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ LDFനെ സംബന്ധിച്ചിടത്തോളം CPM സംബന്ധിച്ചിടത്തോളം 3000-ഓളം ലോക്കൽ കമ്മിറ്റികളുള്ള CPM എത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ട് സ്ത്രീകളുണ്ട് എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ സ്വാഭാവികമായ കാര്യത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാവും. അതായത് വിരലിൽ എണ്ണാൻ പോലും തികയുന്ന അത്രയും സ്ത്രീകൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ടില്ല. അതായത് നമ്മൾ ആലോചിക്കണം, 1957 അധികാരത്തിലേറിയ ഒരു പാർട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. നിയർലി 70 വർഷമാകുമ്പോഴും സ്ത്രീകളുടെ അവസ്ഥ ഇതാണ്. അവിടെയാണ് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും എന്ന് ഒരു ടീച്ചർ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്, ശൈലജ ടീച്ചർ പോലെ ഒരാൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നിലപാടുകൾ സംഭവിക്കേണ്ടത്, കൃത്യമായ തീരുമാനങ്ങൾ സംഭവിക്കേണ്ടത്, അതിനെ സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ന്യായീകരിച്ചെടുക്കേണ്ടത്. അത്തരം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചരിത്രപരമായി കണ്ട് തിരുത്താനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുൻപിൽ, ഒരു ഇടതുപക്ഷ സമൂഹത്തിന്റെ മുൻപിൽ കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ LDFന്, ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു അവസരമായിരുന്നു. അത് അവസരം നമ്മൾ വിനിയോഗിച്ചില്ല. അതുപോലെ തന്നെയാണ് ഒരു ദളിത് മുഖ്യമന്ത്രി, കേരളത്തിൽ ഇനി ഒരു ദളിത് മുഖ്യമന്ത്രി വരണം എന്ന് തീരുമാനിക്കേണ്ടത് കൃത്യമായി നിലപാടുകളുടെ മുകളിലാകണം. അതല്ലാതെ അത് സ്വാഭാവികമായി സംഭവിക്കുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ പോലും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലനോ പിന്നെ K രാധാകൃഷ്ണനോ ഒരു സീറ്റ് തെരഞ്ഞെടുപ്പിൽ കൊടുക്കണമെങ്കിൽ റിസർവേഷൻ സീറ്റ് മാത്രമേ ഇത്രയും സമുന്നതരായിട്ട് പോലും അവർക്ക് വെച്ച് നീട്ടാനായിട്ട് CPMന് കഴിയുന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഈ സ്വാഭാവികമായ പരിണാമത്തിന്റെ അവസ്ഥ, അതിന്റെ ദുരന്തം നമുക്ക് മനസ്സിലാവും. അടുത്തത് വികസനം എന്താണ്? അതാണ് അടുത്ത 10ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. അതായത് ഉമ്മൻചാണ്ടി പറഞ്ഞൊരു വീഡിയോ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. അതായത് ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനായിട്ട് സർക്കാരിന് കഴിയില്ല, കാരണം കയ്യിൽ പണമില്ല. ഇതേപോലെ തന്നെ മറ്റൊരു വീഡിയോ അന്നത്തെ തൃശ്ശൂർ MP ആയിരുന്ന TN പ്രതാപന്റെ ഒരു വീഡിയോയും നമുക്ക് ഇന്നും അത് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അതിൽ TN പ്രതാപനും പറയുന്നുണ്ട്, ഇതിന് പണം എവിടെ, സർക്കാരിന്റെ കയ്യിൽ പണം എവിടെ. അവിടെ നിന്നാണ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഈ നെഗറ്റീവ്സ് പറയുമ്പോൾ തന്നെ വിസ്മരിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അതാണ്, നിശ്ചയദാർഢ്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അതായത് ഇടത് പൊതു സമൂഹം ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഇത്രയും റോഡുകൾ പണിതു, പാലങ്ങൾ പണിതു, അതുപോലെ കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങളൊക്കെ പണിതു, എന്നിട്ട് നമ്മൾ എങ്ങനെ പരാജയപ്പെട്ടു? അവിടെയാണ് ഒരു ഉത്തരം. വികസനം എന്ന് പറയുന്ന ഒരു സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ലിംഗസമത്വം, തുല്യനീതി, അതുപോലെ തന്നെ അവകാശ സംരക്ഷണം. അതിലും വളരെ പരമപ്രധാനമായത് തങ്ങളെ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യർ തങ്ങളോട് ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നുമില്ലാതെ മനുഷ്യത്വപൂർണമായി പെരുമാറുന്ന ഒരു സാഹചര്യം. അതായത് ഭരണാധികാരികളെ ഓടിച്ചിട്ടൊരു ഇടമാണ്. അവിടെ നമ്മൾ വീണ്ടും ഈ മാടമ്പിത്തരത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം, ഇതൊക്കെ ഒഴിവാകുന്നു എന്നുള്ളത് ഒരു ജനത പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കേവലമായ, അല്ലെങ്കിൽ കേവലം എന്ന് ആ വാക്ക് കൃത്യമായ അർത്ഥത്തിൽ ശരിയല്ല, പക്ഷെ എങ്കിൽ പോലും വികസനം കൃത്യമായും ഇതും കൂടെ ചേരണം. മനുഷ്യന്റെ ആത്യന്തികമായ തുല്യതയ്ക്കും അവകാശങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയെയും കൂടി അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി ബാക്കിയാകുന്ന അവസാനത്തെ പോയിന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അവസാനത്തെ അല്ല, ഏറ്റവും ആദ്യത്തെ പോയിന്റ്സ്, ജാതി അഡ്രസ്സ് ചെയ്യുന്നതിൽ ഇടതുപക്ഷത്തിന് പറ്റിയ പിഴവ്, അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യും. പറയാൻ മടിച്ചതിൻ്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.